നോ, ഇറ്റ്സ് ഇമ്പോസിബിൾ. അന്ന് അവന് കാറ്റിൽ ഫാമിലായിരുന്നു ജോലി. രാവിലെ മുതൽ 5 മണിക്ക് തിരിച്ച് കയറ്റുന്നവരെ ഫുൾ ടൈം അവനോട് ഉണ്ടായിരുന്നു എന്നാണ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാർ ഉറപ്പിച്ച് പറയുന്നത്. പോലീസുകാർ പറഞ്ഞത് സാറിന് വേദവാക്യമായിരിക്കാം. ആனா நாங்க நம்ப மாட்டோம். Because we have an eye witness. കണ്ണാലെ പാട്ട് സാക്ഷി ഇருக்கு. ഓനെ കണ്ണുകൊണ്ട് കണ്ട ദൃക്സാക്ഷിയുണ്ട്. ഇസ്മായിലേ, ഇങ്ങ അടുത്ത് വരി. ഇത് നമ്മുടെ സുലൈമാന്റെ കയ്യാളാ. വടക്കനാ, കൈത്തു പോയാലും കളവ് പറയില്ല. പറ ഇസ്മായിലേ, ഇജ്ജ് എന്താ കണ്ടെന്ന് സാറിന് നേരിട്ട് പറ. ഭയപ്പെട വേണ്ട, ധൈര്യമാ സാർക്കിட்ட சொல்லுங்க. നമ്മള് കണ്ടതാ. സുലൈമാൻ ബാബയുടെ നിലവിളി കേട്ട് വന്ന് നോക്കിയപ്പോഴാ ചോര ചീറ്റി പെടഞ്ഞ് വീണ് കിടക്കണ കണ്ടത്. പെട്ടെന്ന് നമ്മൾ ചുറ്റും നോക്കിയപ്പോ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരുത്തം മുഖർ തിരിച്ച് വല്ലാത്തൊരു നോട്ടം. അത് അവൻ തന്നെ. നമ്മൾ ശരിക്കും കണ്ടതാ. കൂടെ വേറെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേങ്കില് അബൂട്ടിനെ മാത്രമേ നമ്മൾ തിരിച്ചറിഞ്ഞുള്ളൂ. പിന്നാലെ ഓടി ചെന്നപ്പോഴേക്കും അവന്മാര് വിട്ടുകളഞ്ഞു. നീ വെക്കോ, ശരി. എന്താണ് സാർ? എന്നാലും അത്രയും പോലീസുകാരുടെ കണ്ണു വെട്ടിച്ച് ഇത്രയും സമയത്തിനുള്ളിൽ എങ്ങനെ അവൻ? പണമെറിഞ്ഞ കള്ളും കഞ്ചാവും ഫോണും വേണമെന്ന പൊണ്ണും. അയ്യോ വേണ്ട വെങ്കടാചലപതി. 5 സ്റ്റാർ ഹോട്ടൽ സാപ്പാട് വരെ എത്തിച്ചു കൊടുക്കാൻ ആളുണ്ടല്ലോ സാറിന്റെ ഡിപ്പാർട്ട്മെന്റില്. അവൻ എവിടുന്ന് പണം കിട്ടാനാ സാർ? പണമില്ലാതെ അവൻ ഹൈക്കോടതിയിൽ റിവ്യൂവിന് അപ്പീൽ കൊടുത്തിരിക്കുന്നത്. ഏതായാലും ഇനി പോലീസ് പ്രൊട്ടക്ഷൻ ഇല്ല. ഇനി നമ്മൾ മൂത്രം ഒഴിക്കാൻ പോലും ഇല്ല. അല്ലെങ്കിൽ സാമിയും ക്യാപ്റ്റൻ പ്ലാനിട്ട് പറഞ്ഞതിന് നമ്മൾ കൂട്ടുന്നല്ലേ ഉള്ളൂ. ആപത്ത് വരുമ്പോ വരട്ട് ന്യായം പറയാതുങ്കോ അബ്ദുള്ള സാർ. 9ാം ഫ്ലോറിലെ ഫ്ലാറ്റിൽ ഇருந்து എന്നെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്നാ கடம்ப கிடக்கணும்னு தெரியுமா? இருந்தாலும் ஏதாவது டவுட் இருந்தா உங்களுக்கு நான் இன்ஃபார்ம் பண்றேன். ஓகே? എന്തെങ്കിലും ഒരു ഇത്തിരി സാധനം ഹാർബർ വഴി കടന്നു വേണ്ട. ഇനി കാസിംബാവെ നമുക്ക് വേണ്ട. ഒന്ന് കണ്ണടച്ച 1 കോടി ഉറുപ്പിക കൊടുക്കാന്ന് പറഞ്ഞതാ, കേട്ടില്ല. പുറത്ത് വെച്ചെന്തെങ്കിലും ചെയ്താ നാട്ടുകാരാണ്. இத பாருங்க, ஃபர்ஸ்ட் ஃப்ளோர்ல பத்மாவதியோட ஃபிளாட்ல திருப்பதின்னு ஏதோ சாமி வந்திருக்கார். பார்த்து கூப்பிட்டு வரட்டுமா? பாட்டுக்கோ, ஆனா இங்கோட்டு கூட்டிக்கொண்டு வர வேண்டாம். ஏன் இப்படி சொல்ற? சுவாமிமாரோட மேலுள்ள விசுவாசம் எல்லாம் போயிட்டு இருக்கு. ஐயோ, அப்படி எல்லாம் சொல்லாதீங்க. கடவுள் பொறுக்காது. அந்த கடவுளுக்கே ஓங்கார பொருள் சொல்லி கொடுத்த ஆறுமுகனடினா அசக்க முடியாது, தெரியுமா? யார் இது? இதுதான் எங்களோட பிசினஸ் கேப்டன். എന്തെങ്കിലും പ്രോബ്ലം വന്നാ நம்ம கையிலும் எவிடன்ஸ் வேண்டாமா? அதுக்கு தான் இந்த கேமரா ட்ரிக்கனிலே எல்லாமே ஷூட் பண்ணி வச்சிருக்கேன். கர்மம் கர்மம், உங்களை நம்பவே முடியாது. நான் சாமியை பார்த்துட்டு வரேன். கதவு தாப்பா போட்டுக்குங்க. ஓகே ஓகே. കോൺസ്റ്റബിൾ, വണ്ടി തിരിക്കോ. സ്വാമിയുടെ അപ്പാർട്ട്മെന്റ്സിലേക്ക് വിട്. ഹറി അപ്പ്, ഗോ ഫാസ്റ്റ്. ഉണ്ണികൃഷ്ണ, എന്നെ ഒന്നും ചെയ്യരുത്. ഐ ആം ഓൺലി an advisor. എല്ലാം ക്യാപ്റ്റൻ കോയ സാഹിബിന്റെ ഉത്തരവനുസരിച്ച് മറ്റുള്ളവർ പറഞ്ഞൊരു മീഡിയേറ്റ് മാത്രം. പാര് പാര്, ഞാൻ കാട്ടറേ. കണക്ക് മുഴുവനും നാട്ടുകാരെ ബോധിപ്പിക്കണമെന്നും പെമ്പിള്ളേരെ പിഴപ്പിച്ച കേസിൽ പരസ്യമായി മാപ്പ് പറയണമെന്നൊക്കെ പറയാൻ ഇയാളെ പ്രധാനമന്ത്രി. അതോ സുപ്രീം കോടതി ജഡ്ജു? എത്ര കോടി ഉറുപ്പിന്റെ മുതലാ പോയെന്നറിയാവോ? വേണ്ട, ഇനി കാസിംബാവെ നമുക്ക് വേണ്ട. കണക്ക് തീർത്തേക്ക്. പുറത്തു വെച്ചെന്തെങ്കിലും ചെയ്താ നാട്ടുകാരിളകും. ചതിച്ചു വേണം കൊല്ലാൻ. അതിനല്ലേ ആ സലാം എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ നമ്മൾ പാട്ടിലാക്കാൻ നോക്കിയത്. അവൻ സകലതും കേട്ടിട്ട് ആ കാസിം ബാബയുടെ
മുഖത്തിന്റെ അടിച്ച പോലെ പറഞ്ഞിട്ട് നമ്മുടെ പിടിന്ന് ഹറാമി രക്ഷപ്പെട്ട് കളഞ്ഞില്ലേ? അമ്പഴക്കാട്ട തറവാട്ടിൽ നിന്ന് വേറെ ഒരുത്തനെ കൊണ്ടൊന്നും ഞമ്മക്ക് തോന്നണേ ഇല്ല. മതി, നിർത്ത്. സുലൈമാൻ, പാത്തച്ചല്ലേ, എനിക്ക് മാപ്പ് തരണം. മാപ്പ് തരാൻ ഞാൻ ഈശ്വരനല്ലല്ലോ, സുബ്രഹ്മണ്യ സ്വാമി. ഉണ്ണികൃഷ്ണ, ഞാൻ എന്നാ വേണമെങ്കിലും തരേ, എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്. എന്തും തരൂ. എന്ത് വേണമെങ്കിലും തരും. ഞാനൊരു ബ്രാഹ്മണ, വാക്ക് മാറില്ല. താ. ബാബയുടെ ജീവൻ ഞങ്ങൾക്ക് തിരിച്ചതാ. ഉണ്ണികൃഷ്ണ, ഞാൻ നിന്റെ കാല് പിടിക്കാം. എന്താ സ്വാമി ഇത് കൊച്ചുകുട്ടികളെ പോലെ? സ്വാമി കുറച്ചു നേരമല്ലോ വാച്ച് നോക്കണോ? എന്താ അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോണോ? അതോ പ്രധാനപ്പെട്ട ആരെങ്കിലും വരുന്നുണ്ടോ? ഇത് ഞാൻ എടുക്കുക. ഉണ്ണികൃഷ്ണ, അത് കൊണ്ടുപോയാലേ? അതിന് സ്വാമി പോവല്ലേ? എങ്ങോട്ട്? സുബ്രഹ്മണ്യ സ്വാമിയുടെ അച്ഛൻ്റെ അടുത്തേക്ക്. ദ റിയൽ ഡോൺ, സാക്ഷാൽ പരമശിവന്റെ അടുത്തേക്ക്. സിക്കന്ദർ ഭായ്, അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ്. തൊട്ടുകളി വേണ്ട, എടുത്ത് താഴേക്കിറങ്ങിക്ക. കാണിച്ചത് ജയിലിൽ ചെന്ന് അവനെ കണ്ട് ഞങ്ങളെ കൊല്ലാൻ വരാൻ പറഞ്ഞ് വെല്ലുവിളിച്ചേക്കണ. പിന്നെ ഞാൻ അവനെ ക്ഷൗരം ചെയ്ത് കൊടുക്കണമായിരുന്നോ? അതെ, 10-22 വർഷമായി ഞാൻ ഈ തൊപ്പിയും കുപ്പായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട്. അതിനുള്ളിൽ ഒരുപാട് കഴിവറുടെ മക്കളെ കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ട് ഈ അന്തുധൻ. ആ എന്റെ മുമ്പിൽ കൂടി ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന് വാഴ വെട്ടും പോലെ ഓരോരുത്തർ അടിഞ്ഞു തള്ളിയിട്ട് ചുമ്മാ പുല്ല് പോലെ ജയിലിൽ കയറി കിടക്കണുണ്ട്. സല്യൂട്ട് അടിക്കണം ഞാൻ. ഒക്കത്തിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന അയാളാ ആ സൂപ്രണ്ട് വിശ്വനാഥൻ. പോലീസിലെ ക്രിമിനലാണ് ഞാനെന്ന് കംപ്ലൈന്റ് കൊടുത്തവൻ അയാള്. അവൻ പുറത്തിറങ്ങി വരണം, എന്നാലേ രണ്ടെണ്ണത്തിനെയും പൂട്ടാൻ പറ്റൂ. കോയ സാഹിബ്, അനിരുദ്ധം പറഞ്ഞ നേരാ. അവൻ ഇറങ്ങി വരട്ടോ, എന്നാലേ അവൻ കൊന്നതിനൊക്കെ തെളിവുണ്ടാവൂ. എന്നിട്ട് നാട്ടുകാരുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കണം. അവരെ കത്തിച്ചോളൂ അവന് ജീവനോടെ. ഓനെ അങ്ങനെ കത്തിക്കാൻ പറ്റുമോ? സകല കുതന്ത്രങ്ങളും പഠിച്ച സാമിയെ കൊല്ലാക്കൊല്ല ചെയ്തവനാ ഓൻ. അത് അവന്റെ അവസാനത്തെയാ. ഇനി അവൻ പുറത്തിറങ്ങിയാൽ തിരിച്ചു കേറത്തില്ല. ഹലോ, ഏത് ചാനല്? അതെ, ആ ടി വി ഒന്ന് ഓൺ ചെയ്തേ. ഇവിടെ മനുഷ്യൻ തീ പിടിച്ച് നിൽക്കുമ്പോഴാ ടി വി. എന്തെങ്കിലും ഒരു ഇത്തിരി സാധനം ഹാർബർ വഴി കടത്തി 10 കാശ് ഉണ്ടാക്കാന്ന് വെച്ചാ അപ്പൊ ഇയാൾ പോലീസിനെ അറിയിച്ച് പിടിപ്പിക്കും. എത്ര കോടി ഉറുപ്പിന്റെ മുതലാ പോയെന്ന് അറിയാവോ? ഒന്ന് കണ്ണടച്ച 1 കോടി ഉറുപ്പ്യ കൊടുക്കാന്ന് പറഞ്ഞതാ, കേട്ടില്ല. ഇനി കാസിംബാവെ നമുക്ക് വേണ്ട. കണക്ക് തീർത്തേ. പുറത്തു വെച്ചെന്തെങ്കിലും ചെയ്ത നാട്ടുകാരെ ചതിച്ചു വേണം കൊല്ലാൻ. അതിനല്ലേ ആ സലാം എന്ന് പറയുന്ന ഉണ്ണിക്കൃഷ്ണൻ നമ്മൾ പാട്ടിലാക്കാൻ നോക്കിയത്. അമ്പഴക്കാട്ട തറവാട്ടിൽ നിന്ന് വേറൊരുത്തനെ കൊണ്ടൊന്നും ഞമ്മക്ക് തോന്നണേ. കള്ള ഹിമാറുകള് ഇവനൊക്കെ വെട്ടി കൊല്ലണം. ഇതെന്തൊരു മറിമായോ? ഹലോ, അതെ. അല്ലല്ലല്ല, ഞങ്ങളുടെയും ഞങ്ങളുടെ പാർട്ടിയുടെയും മുഖത്ത് കരിവാരി തേക്കാൻ ആരാണ്ടോ ചെയ്ത കാമറാട്രിക്ക. ഇത് സമുദായത്തോടുള്ള വെല്ലുവിളിയാണ്. ഇതിനെതിരെ ഞങ്ങൾ ആഞ്ഞടിക്കും. ഇതിന്റെ സത്യങ്ങൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. മലയാള ഭൂമി പത്രത്തിൽ നിന്നാ പടച്ചോനെ. എന്നാൽ ഇതെങ്ങനെ? ഐ ആം ഷുവർ ഇത് ട്രാപ്പാണ്. കൂടെ തന്നെയുള്ള ആരോ, അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെച്ച ഏതോ ക്യാമറ. എന്തായാലും ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല. വല്ല സൗദിയിലേക്കോ ദുബായിലേക്കോ പറക്കനാണ് ബുദ്ധി. സാഹിബ് എങ്കിലും 2 ടിക്കറ്റ് വിളിച്ച് പറയും. പക്ഷെ നാട്ടുകാർ മുഴുവൻ ഇതൊക്കെ കണ്ടു കാണും.
നിങ്ങളെ പുറത്തെവിടെയെങ്കിലും വെച്ച് കണ്ടാ കത്തിക്കും ജനങ്ങള്. തൽക്കാലം കേരളത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ നോക്കുക. ഗൾഫിലേക്കോ മറ്റോ ആണെങ്കിൽ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് പോകുന്നതായിരിക്കും സേഫ്. ഡ്രൈവറോട് വണ്ടി ഇറക്കാൻ പറ. പുറത്തു നിന്നുള്ള ഏതെങ്കിലും വണ്ടി പോകുന്നതാണ് ബുദ്ധി. എന്നാ ഇച്ചൊരു വണ്ടി വിളിക്കടോ. വേഗം ആവട്ടെ. അവര് പുറപ്പെട്ടു. അതെ, വെള്ളം ഒമ്നി വാനിൽ തന്നെ. കുറെ വണ്ടികളുണ്ടല്ലോ. അവന് നമ്മളെ തന്നെയാ ഫോളോ ചെയ്യുന്നത്. വണ്ടി എടുത്ത് മാറ്റണം. വണ്ടി എടുത്ത് മാറ്റണം. കേരളത്തിൽ കുട്ടി ഉണ്ണികൃഷ്ണ, അല്ല സലാമേ, ഞമ്മളൊന്നും ചെയ്യരുത്. സലാമേ, അറിയാണ്ട് പറ്റിപ്പോയതാ. മാപ്പാക്കണം. ഞമ്മളിനി ഒരു കുഴപ്പത്തിനുമില്ല. ഇവിടെ വിട്ട് എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. പോയിക്കോളൂ. ഞാനും യാത്ര പറയാൻ വന്നത്. സലാം സലാം സലാം. ഉണ്ണി, ഉണ്ണി, ഇറങ്ങി വാ, 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 കേറ്. ഇറങ്ങി വാ, ഉണ്ണി. വാ, വാ. അബുവായി.
ഇറങ്ങി വാടാ പുറത്ത്. Get down and hands up, you bloody. റാസ്കൽ, നീ എന്താടാ കരുതിയത്? അനിരുദ്ധിനെ വെറും ഉണ്ണാക്കനാക്കിയിട്ട് നിന്റെ സൂപ്രണ്ടിന്റെ കോട്ടസി കയറി അങ്ങ് പുളുത്താമെന്നോ? ഇനി നീ അങ്ങനെ ജീവപര്യന്തം കളിക്കണ്ട. ജയിൽ ചാടി കൊലപാതക പരമ്പര നടത്തി രക്ഷപ്പെടാൻ ശ്രമിച്ച സലാം എന്ന ഉണ്ണികൃഷ്ണനെ അതിസാഹസ്യമായി ഡിവൈഎസ്പി അനിരുദ്ധൻ വെടിവെച്ച് കൊന്നു. ആൻ എൻകൗണ്ടർ കില്ലിംഗ്. TV ചാനലുകളിലും പത്രമാധ്യമങ്ങളിലും നാളത്തെ ബ്രേക്കിംഗ് ന്യൂസാ. മനസ്സിലായോടാ പുല്ലേ? എന്താണോ ഇത്? ഡോണ്ട് മൂവ്. അവനെ ഒന്നും ചെയ്യരുത്. എനിക്ക് കിട്ടേണ്ട പ്രതിയാണ് അവൻ. ഇല്ല സാറേ, ഇവനെ ഇനി രക്ഷിക്കാൻ സാറിന് കഴിയില്ല. ഇവനുള്ള ശിക്ഷ ഞാൻ വിധിച്ചു കഴിഞ്ഞു. ഷൂട്ട് അറ്റ് സൈറ്റ്. നോ. എന്തായാലും സാർ വന്നത് നന്നായി. സൂപ്രണ്ട് വിശ്വനാഥനെ കൂടി കൊന്നിട്ടാണ് ഇവൻ രക്ഷപ്പെട്ടതെന്നാണെങ്കിൽ എനിക്ക് ഡബിൾ പ്രൊമോഷനാ. അനിരുദ്ധൻ, വേണ്ട, അവിവേകം കാണിക്കരുത്. കാണിക്കോടോ, താനത് അർഹിക്കുന്ന. അങ്ങനെ അതിമോഹം വേണ്ട അനിരുദ്ധൻ സാറേ. ഉണ്ണികൃഷ്ണൻ ജനിച്ചത് ഒരു നരകാസുരന്റെ കൈകൊണ്ട് മരിക്കാനല്ല. ഒരുപാട് നിരപരാധികളെ കൊന്നൊടുക്കിന്റെ ചോരക്കറകളില്ലേ ആ കയ്യില്. അതിന്ന് തനിക്കൊരു ശാപമോക്ഷം തരാൻ ഈശ്വരൻ അയച്ചത് തന്നെ. നിരപരാധികളെ കൊന്നൊടുക്കിയ പോലീസ് ക്രിമിനൽ ഡിവൈഎസ്പി അനിരുദ്ധനെ ഏതോ ഒരു അജ്ഞാതൻ വെടിവെച്ചു കൊന്നു. നാളത്തെ ബ്രേക്കിംഗ് ന്യൂസ് നമുക്കതാക്കിയാലോ? നീ എന്തായി കാണിച്ചത്? മൈ ഗോഡ്. ഉണ്ണികൃഷ്ണ. വാ സാറേ, ഉണ്ണികൃഷ്ണൻ ഇപ്പോഴും ജയിലിൽ തന്നെയാണ്.